ഹായ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിഡിൽ ഈസ്റ്റേൺ സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ്. കുനാഫ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല ഗോൾഡൻ ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്രീം കുനാഫയുടെ റെസിപ്പിയാണ് കേട്ടോ. പുറത്തെ കുനാഫയുടെ ഡോ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല റിച്ച് ക്രീമി ആയിട്ടുള്ള നല്ലൊരു ക്രീം കുനാഫയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കുനാഫ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലും കണ്ടു നോക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാന് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് എടുക്കുന്നത്. സിറപ്പിന് ആവശ്യമായിട്ട് 2 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 2 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പറയാനുള്ളത്, നമ്മൾ കുനാഫ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കുറച്ച് മുന്നേ നേരത്തെ തന്നെ സിറപ്പ് ഉണ്ടാക്കി വെക്കുക. സിറപ്പ് കംപ്ലീറ്റ്ലി തണുക്കണം. നമ്മൾ കുനാഫയുടെ മുകളിൽ ഒഴിക്കുന്നതിന് മുൻപ് സിറപ്പ് കംപ്ലീറ്റ്ലി തണുക്കണം. അപ്പോൾ ആ ഒരു സമയം കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ സിറപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിലോട്ട് 3 ഏലക്കായ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞാൽ, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് സിമ്മിലോട്ട് മാറ്റുക. പിന്നെ ആ സിമ്മിൽ കിടന്നിട്ട് ഒരു 10-15 മിനിറ്റ് സമയം ആ സിമ്മിൽ കിടന്നിട്ട് തിക്കായി വരണം. അപ്പോൾ അത്രയും സമയം സിറപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ തിക്കായി വരുന്നത് കണ്ടാൽ അതിലോട്ട് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങ നീര്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി കുനാഫയിലോട്ട് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml അളവിലാട്ടോ. അപ്പോൾ 4 കപ്പ് പറയുമ്പോൾ 800 ml ഉണ്ടാവും. പാല് ചേർത്തിട്ടുണ്ട്. അതിലോട്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ റവയുമാണ് ചേർക്കുന്നത്. വറുത്ത റവയായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളറായിട്ട് എടുത്ത് കാണുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ പൊടികളെല്ലാം നന്നായിട്ട് അലിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക. നന്നായിട്ട് തിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീമിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം അത് ഓൾറെഡി ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് ക്രീമിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വെട്ടാതെ ഇളക്കണം കേട്ടോ. എവിടെയും തിരിഞ്ഞു പോയാൽ അടി പിടിക്കും. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ അടി പിടിച്ച സംഭവങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് വരും ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒരു തിക്കായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത് ക്രീമാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ആദ്യം ചേർത്ത റവയും നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവറും മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ചേർത്താൽ മതി. അപ്പോൾ ആ ക്രീം ഞാൻ 125 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാനില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ വാനിലയും 125 ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീമുമാണ്. ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. അല്ല ഇത് നമുക്ക് കോൺഫ്ലവറും റവയും ചേർത്ത് തന്നെ അത് തിക്കാക്കി എടുക്കുക. ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത്രയും മധുരപ്രിയരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കുക. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബ്ലോസം വാട്ടറാണ്. നിങ്ങൾ കണ്ടോ അറിയില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോസം വാട്ടറും അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ്, ചെറിയൊരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ അതാ ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചിട്ടുള്ളത് ബട്ടറും ബ്ലോസം വാട്ടറുമാണ്. നന്നായിട്ട് ബബിളൊക്കെ വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കുനാഫ ഡോ. ഏകദേശം 500 ഗ്രാം കുനാഫ ഉണ്ടത്. ഞാനിത് മൊത്തത്തിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോ വെച്ചിട്ട് ഏകദേശം 8 ആൾക്ക് ഒക്കെ കഴിക്കട്ടോ. മധുരമായതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ, 8-9 ആൾക്കാർക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹാഫ് എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കൈ കൊണ്ട് ജസ്റ്റ് കത്തിയോണ്ട് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചോപ്പറിലിട്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കുറച്ച് സമയം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട്. അപ്പോൾ ഭയങ്കര മുറിച്ചെടുക്കാൻ നല്ല പ്രയാസമുണ്ട്. നമുക്ക് ഫ്രീസറിൽ എടുത്ത സമയം കൊണ്ട് തന്നെ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും തോന്നുന്നു. അപ്പോൾ കത്തി ഉപയോഗിച്ച് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇനി ഇതിലോട്ട് വേണ്ടത് നെയ്യാണ്. 1 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് നെയ്യ് 500 ഗ്രാം കുനാഫയിലോട്ടായിട്ട് 1 കപ്പ് നെയ്യ് എടുത്തിട്ടുള്ളത്. നെയ്യിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്.
എന്നാലേ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കുനാഫ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെയ്യിന് പകരം ഇപ്പം ഞാൻ അതിലോട്ട് കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ, ഓറഞ്ച് കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണം. അപ്പോൾ ഇതാ ഇതിലോട്ട് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ചൂടോട് കൂട്ടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ചൂടല്ല കേട്ടോ, ഒരു എന്താ പറയുക വാമായിട്ട്, മീൻസ് ഭയങ്കര ഹോട്ടല്ല, നമ്മൾ എന്താ പറയുക കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂട് വേണം, എന്നാൽ പെട്ടെന്ന് തടുക്കാനും പാടില്ല. അപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ആക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കപ്പ് നെയ്യ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ എന്ന് തോന്നും. 500 ഗ്രാമിനാണ് ഒരു കപ്പ് നെയ്യ് എടുത്തിട്ടുള്ളത്, 500 ഗ്രാം കുനാഫ ഡോക്ക്. അപ്പോൾ അങ്ങനെ നെയ്യിൻ്റെ അളവ് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് 1/2 കപ്പ് പിന്നെ വെജിറ്റബിൾ ഓയിൽ, 1/2 കപ്പ് നെയ്യ് എടുത്താൽ മതി. അനിമൽ ഗീ ആണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ വരുമ്പോൾ നല്ല കുത്തുന്ന മണമുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലേവറുള്ള തരം ഓയിൽ ഉണ്ടല്ലോ, അത് പറ്റില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ തന്നെ എടുക്കുക. ന്യൂട്രൽ ഫ്ലേവറിലുള്ള ഓയിൽ എടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്തില്ല വനസ്പതി ഡാൽഡൊക്കെ പോലത്തെ സംഭവം, അത് 1/2 അളവിൽ അതും നെയ്യും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതല്ലെങ്കിൽ ബട്ടറും നെയ്യും മിക്സ് ചെയ്തെടുക്കാം, ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാ നെയ്യ് എല്ലാ കുനാഫയുടെ എല്ലാ സ്ട്രിപ്പിലും ആയി എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. നമ്മൾ എല്ലാ ഭാഗത്തും അതിൻ്റെ ഓരോ നൂലിലും നെയ്യ് കോട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നെയ്യ് എല്ലാ ഭാഗത്തും കോട്ട് ചെയ്തെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി ഇതാ ഈ ഒരു പാനിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ 2 പാനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കുള്ള കുനാഫ ട്രേ ആണ്. ഏകദേശം 13 സെൻറ്റിമീറ്ററാണ് അലൂമിനിയം ട്രേ കിട്ടുക. ചെറിയ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ ടൈപ്പ് കിട്ടില്ല, ആ ടൈപ്പിൽ. അപ്പോൾ ഇതിലോട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം 25 സെൻറ്റിമീറ്ററാണ് തോന്നുന്നു. 25 സെൻറ്റിമീറ്റർ ഇതുള്ള ട്രേ ആണ്. ശരിക്കും നിങ്ങളിത് ഒറ്റ ട്രേയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റ് ചെയ്യൊന്നും വേണ്ട, ഈ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യണം. അപ്പോൾ ഓൾറെഡി നെയ്യിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കുനാഫ ഡോ ആയതുകൊണ്ട് ഇച്ചിരി മോയ്സ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ അടർന്ന് പോരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ഉണ്ടാക്കുന്നത്, ആ സമയത്ത് അവരിങ്ങനെ ഈ ഒരു നെയ്യ് കോട്ട് ചെയ്തിട്ടല്ല അവരിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഡോ ആയിട്ടുള്ള ഡോ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നെയ്യ് അതിന് മാറ്റി ഊറ്റിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ട്രേ സെറ്റ് ചെയ്യണം. അതിന് എന്താ പറയുക, എഡ്ജ് ഒന്ന് ഇച്ചിരി കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഒഴിക്കാനുള്ളതല്ലേ, അപ്പോൾ എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒരേപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുനാഫൊക്കെ നല്ല ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക കുക്കാണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുനാഫയുടെ ഡോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് കൊണ്ട് ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ മുന്നേ ബ്രെഡ് കുനാഫ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുനാഫ കാണാൻ ഭംഗിക്കും നല്ലൊരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുനാഫയുടെ ഡോയിലോട്ട് ക്രീമാണ് ഇടുന്നത്. ഏകദേശം ഒരു 3/4 ഭാഗം ക്രീം അതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ നോക്കി കൂടുതലായിട്ട് ഒഴിച്ചാൽ ഒഴുകിപ്പോകുന്നില്ല. എന്നാൽ നമുക്ക് തിക്കാണേനോ എന്നാൽ ഓവറായിട്ട് തിക്കുമല്ല, നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ അതാ ഇതിന് മുകളിലായിട്ട് ഇനി വീണ്ടും ബാക്കി വന്ന കുനാഫ ഓക്കെ ഞാൻ പറയാൻ പറഞ്ഞു, പകുതിയായിട്ട് എടുത്തത് പകുതി അടിയിൽ സ്പ്രെഡ് ചെയ്തു, ബാക്കി പകുതിയാണ് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ എഡ്ജൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ അടിയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ
പിന്നെ കുനാഫ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉറപ്പ് വരുത്തുക ക്രീമൊന്നും പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മൾ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ആ ചൂടുകൊണ്ട് ചിലപ്പം ക്രീം പുറത്തേക്ക് വരാം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ കുനാഫഡോ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അമർത്തി കൊടുക്കുക. മീൻസ് നേരത്തെ അമർത്തിയ പോലെ ഭയങ്കര ശക്തികളൊന്നും അമർത്താൻ പറ്റില്ല, മുകളിൽ ക്രീമുള്ളതാണ്. അതുകൊണ്ട് കൈകൊണ്ട് വളരെ പതുക്കെ അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുനാഫ അതിലോട്ട് എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രേയിൽ 300 ഗ്രാം കുനാഫ കേട്ടോ ഈ ട്രേയിൽ സെറ്റ് ചെയ്യുന്നത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് 25 സെൻറ്റിമീറ്റർ ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതാ ബാക്കി വരുന്നത് ചെറിയ ട്രേ ആണ്. ഇതിൽ 13 സെൻറ്റിമീറ്ററിൻ്റെ ട്രേ ആണിത്. അതിലോട്ട് കുറച്ച് ഗീ നിർബന്ധം കേട്ടോ. അടിയിൽ ഇട്ട് കൊടുക്കുന്ന ഗീ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും കോട്ടാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇത് 13 സെൻറ്റിമീറ്ററിൻ്റെ ട്രേ ആണ്. ഇതിലോട്ടൊരു 100 ഗ്രാം കുനാഫയാണ് ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ 100 ഗ്രാം കുനാഫയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടത്. ഇതൊരു പ്ലേറ്റ് ഉണ്ടായതുകൊണ്ട് അമർത്താനൊക്കെ എളുപ്പമായിരുന്നു. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ ഒരു സൈസിലാണ് അധികം വാങ്ങി കഴിക്കാറുള്ളത്. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. കളർ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും, അത്രയേ ഉള്ളൂ. അതല്ല നാച്ചുറൽ ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കളർ ചേർക്കേണ്ട. അപ്പോൾ ഒരു ഗോൾഡൻ പെയിൽ കളറാട്ടോ കിട്ടുക. അതൊന്നും കുഴപ്പമില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് കളർ ചേർത്തിട്ടുള്ളത്. നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ക്രീമൊക്കെ നമ്മളത് കറക്റ്റ് പെർഫെക്റ്റ് അളവായിരുന്നു കേട്ടോ. ഈ ഒരു 500 ഗ്രാം കുനാഫയിലോട്ട് ക്രീം കറക്റ്റ് ചെയ്യുന്നു എടുത്ത അളവ്. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ 2 ട്രേയും സ്റ്റൗവിലാണ് വെക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വലിയ ട്രേ ഓവനിൽ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 20-25 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്ട് തിരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ബർണറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സൈഡിലൂടെ മാത്രമേ ഫ്ലെയിം വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും നടുവിലൊക്കെ ഒരേപോലെ ഫ്ലെയിം വരുമ്പോൾ സുഖമാണ്. ഇപ്പോൾ ഇത് നിൽക്കാണ്ട് തിരിച്ചുകൊണ്ടിരിക്കണം. ഈ എഡ്ജൊക്കെ ഇതുപോലെ വിട്ട് തുടങ്ങിയാൽ അടിയിൽ കുക്കായി എന്നിട്ട് അർത്ഥം. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. ആ സമയം ഇതിന് അടിയിൽ മറിച്ചിടുകയാണ്. വേറൊരു ട്രേയും കൂടെ ഉണ്ട്, അതും ക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ ഭാഗം കുക്കായി കിട്ടണം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ണ് വെട്ടാണ്ട് കൂടെ തന്നെ നിൽക്കണം, തിരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് തട്ടുന്ന രീതിയിൽ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടതുപോലെ തിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ ചൂടോട് കൂടി തന്നെ കുനാഫ നല്ല ചൂടിലാണ്. അതിലോട്ട് ഇതാ തണുത്ത സിറപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം ഓവനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് സിറപ്പ് ഒഴിക്കുന്നു. ഇനി ഇത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ടിട്ട് മറ്റേ സൈഡാണിത്. അതിലോട്ട് ചൂടുള്ള കുനാഫയിലോട്ട് നല്ല തണുത്ത സിറപ്പാണ് ഒഴിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കുനാഫ എല്ലാ ഭാഗത്തും ഒരേപോലെ ഷുഗർ അതിലോട്ട് സോക്ക് ചെയ്ത് പോകും. ചൂടുള്ള സിറപ്പാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പണിയാണ്, മുകളിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ അതാ പല ഭാഗത്തും പല മധുരമായിട്ടായിരിക്കും നിൽക്കുന്നത്. അത് അടിഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊളാവുന്നൊന്നും വിചാരിക്കേണ്ട, കൂടെ നിന്ന് നോക്കിയാൽ മതി, നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുനാഫയാണ്. എല്ലാ ഭാഗവും ഉൾഭാഗത്തൊക്കെ നല്ല ക്രിസ്പിയാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുനാഫയാണ് കേട്ടോ. അവൻ്റെ കുനാഫയുടെ ഇടോ നല്ല ക്രിസ്പിയാണ്. ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യും കേട്ടോ. കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ അറേബ്യൻ സ്വീറ്റ്സൊക്കെ ആയിട്ട് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.